യോ ഗൈസ് വാട്സാപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ഗെയിമിനെ കുറിച്ചാണ്. ഇത് പുതിയ ഗെയിമാണോ പഴയ ഗെയിമാണോ എന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഗെയിം കാണുന്നത്. പ്ലേ സ്റ്റോറിൽ ചുമ്മാ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഗെയിം കാണുന്നത്. ഈ ഗെയിമിന്റെ പേരാണ് ദി വോൾഫ്. ഈ ഒരു ഗെയിമിൽ നമ്മളൊരു ചെന്നായിയാണ്, അതായത് വൂൾഫാണ്. സോ അതായിട്ട് ഉള്ള പരിപാടികളാണ് ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗെയിമിന്റെ സൈസ് വരുന്നത് 102 MB ആണ്. ആൻഡ് ഈ ഒരു ഗെയിമിൽ പ്ലേ സ്റ്റോറിൽ ഏകദേശം 50 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ടെന്നാണ് പ്ലേ സ്റ്റോറിൽ തന്നെ കാണിക്കുന്നത്. സോ ഇത് എത്രത്തോളം ട്രസ്റ്റബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞതേ ഉള്ളൂ. സോ ഈ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ഗെയിമിന്റെ റിവ്യൂ ആൻഡ് ഗെയിം പ്ലേ ആണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഗെയിമിംഗ് റിലേറ്റഡ് വീഡിയോസിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ ഗെയിം എന്തായാലും ഡൗൺലോഡ് ആക്കി ആൻഡ് ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഏജ് ചോദിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കാം. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഒരു 54 MB കൂടെ ഇവർ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ എന്തായാലും കയറ്റിപ്പോയല്ലോ, അതുകൊണ്ട് ഞാൻ അതും കൂടെ ഡൗൺലോഡ് ചെയ്തു. ആൻഡ് ഡൗൺലോഡ് ചെയ്ത് ഗെയിമിലേക്ക് എൻ്റർ ആയതിനു ശേഷം നോക്കുമ്പോൾ ഇതിൽ നമുക്ക് ഗെയിം പ്ലേ നടത്താനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വൂൾഫിനെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള അതിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടംപോലെ മാപ്സ് ഉണ്ട്. അതിലും ബാക്കിയൊന്നും അൺലോക്ക് അല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യത്തെ തന്നെ അൺലോക്ക് ചെയ്ത് അതിൽ കളിക്കുകയാണ്. സോ ഗെയിമിലേക്ക് നമ്മൾ ഇതാ കയറിയിരിക്കുകയാണ്. സോ ഗെയിം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഒക്കെ ഒരു ഓക്കെ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ പറയാൻ കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കൗബോയ് സെറ്റപ്പ് ഒരു ഗെയിം, അതിൻ്റെ പേര് ഞാൻ മറന്നു, വെസ്റ്റ് ഗൺ ഫയർ. സോ ആ ഒരു ഗെയിം വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഗെയിമിന് സൈസ് വന്നിരുന്നത് 24 MB മാത്രമാണ്. ആൻഡ് ആ ഒരു ഗെയിമിലെ ഒരു ഗ്രാഫിക്സ് നിങ്ങൾ നോക്കുമായിരുന്നെങ്കിൽ അതൊരു ടോപ്പ് നോച്ച് ആയിരുന്നു. സോ 24 MB ആ ഗെയിമിലുള്ള ഗ്രാഫിക്സും 150 MB ഈ ഗെയിമിലെ ഗ്രാഫിക്സും കമ്പയർ ചെയ്യുമ്പോൾ അവിടെയാണ് എനിക്കൊരു ഇത്. സോ അവർക്ക് വേണമെങ്കിൽ നല്ല ഗ്രാഫിക്സും കൂടെ പ്രൊവൈഡ് ചെയ്യായിരുന്നു, ബട്ട് ഓക്കെ ആണ്. സോ ഗെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിൽ ഇതാണ് നമ്മുടെ ക്യാരക്ടർ, നമ്മളാണ് ഈ ഒരു വൂൾഫ്. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഹണ്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. ഇതിൽ കുറേ റാബിറ്റ്സും ഷീപ്സും പിന്നെ അതുപോലത്തെ കുറേ ഡിയേഴ്സും മാനും അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ട്. സോ അതിനെയൊക്കെ നമ്മൾ വേട്ടയാടുക എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് നോട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഓരോ ടാസ്ക് ഉണ്ട്. അതായത് 7 റാബിറ്റിനെ കില്ല് ചെയ്യുക, 5 ഷീപ്പിനെ കില്ല് ചെയ്യുക. സോ അങ്ങനത്തെയുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കോയിൻസ് ആഡ് ആവും. ആൻഡ് നിങ്ങൾ ഈ ഗെയിമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, നിങ്ങൾക്ക് ഹണ്ട് ചെയ്യാനായിട്ട് ഇതിൽ 2 ബട്ടൺസ് ഉണ്ട്. അതായത് ഒന്ന് ജസ്റ്റ് നോർമൽ അറ്റാക്കും, മറ്റത് നല്ല പവർ അറ്റാക്കാണ്. അതായത് ആ ഒരു അറ്റാക്ക് എന്തിനാ പവർ അറ്റാക്ക് അത്രയും പറഞ്ഞാൽ മതി. ആ ഒരു അറ്റാക്കിന് ഡാമേജ് കൂടുതലായിരിക്കും മറ്റേ അറ്റാക്കിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പിന്നെ വരുന്ന ഒരു ബട്ടണാണ് ഊരിയിടാൻ ഒരു ബട്ടൺ ഉണ്ട്. ഐ മീൻ ഔ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചെന്നായ്ക്കളൊക്കെ കൂലോ, അതിനുവേണ്ടി ഇതിനകത്തൊരു സ്പെഷ്യലായിട്ടൊരു ബട്ടൺ ഉണ്ട്. സോ അത് നീക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ വൂൾഫ് ഊരിയിടാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിമിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോറേഷൻ തന്നെയാണ്. ഈ ഒരു മാപ്പ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇതിനകത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, ലയൺ കിങ്ങിലെ പോലെ ഒരു പാറയുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. സോ ഗെയിമിൽ ഓവറോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള മാപ്സ് ഒന്നും ഞാൻ കളിച്ചു നോക്കാൻ പോയില്ല, കാരണം എനിക്ക് ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിലെ ഗ്രാഫിക്സിൽ ഞാനൊരു 3 കൊടുക്കും 5-ൽ. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ 24 MB ഗെയിമും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ലോ ആണ്. സോ പിന്നെ ഞാൻ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും 5-ൽ ഒരു 3.5 കൊടുക്കുള്ളൂ. കാരണം എനിക്ക് അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും. എനിക്ക് ഈ വൂൾഫ് ടൈപ്പ് ഗെയിം അത്ര ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടപ്പോൾ ഭയങ്കര ഗ്രാഫിക്സ് ഒക്കെ ആണോ എന്ന് വിചാരിച്ച് കയറ്റിയതാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം വേട്ടയാടുന്ന പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ ഇതിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അതാണ് എൻ്റെ മെയിൻ എനിക്ക് തോന്നിയൊരു പ്രശ്നം. പിന്നെ വേറെ ചെയ്യാനും ഒരു വൂൾഫായിട്ടൊന്നും ചെയ്യാനുമില്ല. സോ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ കളിച്ചു നോക്കാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒരുപോലെ അവൈലബിൾ ആണ്. ഗെയിമിൻ്റെ പേരാണ് ദി വൂൾഫ്.